2 ദിവസത്തെ ഡ്രസ്സ് എടുത്തിട്ട് വന്നില്ലേ? പോയിട്ട് വരും. ഓക്കെ. ഹലോ. അപ്പം ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണേ. നമ്മുടെ ഒരു ഓർഫനേജിൽ ഒരു അമ്മച്ചി മരിച്ചു. അപ്പോൾ ഇന്ന് വെളുപ്പിനെയായിരുന്നു. ഇപ്പോഴാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു യാത്രയൊക്കെ പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാൻ പോകാൻ വേണ്ടി റെഡി ആകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. അമ്മച്ചിയുടെ വീട് വാഗമണ്ണാണ് കേട്ടോ. അമ്മച്ചിക്ക് 7 മക്കളുണ്ട്. ഒരാളൊഴിച്ച് ബാക്കി 6 പേരും പുറത്താണ്. ന്യൂസിലാൻഡ്, അതേവണക്ക് ജർമ്മനി. അപ്പോൾ ഒരു മോളും ഫാമിലി മാത്രമേ ഉള്ളൂ ഈ അമ്മച്ചിയുടെ വീട്ടിൽ. അപ്പച്ചൻ മരിച്ചിട്ട് 48 വർഷമായി. അമ്മച്ചിക്ക് 92 വയസ്സുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കും അമ്മച്ചിനെ നോക്കാൻ പറ്റില്ല എന്നും പിന്നെ നമ്മുടെ റോസ്മേരി സിസ്റ്ററിൻ്റെ ഒരു സിസ്റ്റർ ജീവിച്ചിരുന്ന ചെറുപ്പകാലത്തെ മഠത്തിനോട് ചേർന്നുള്ള പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വരുന്ന ഒരു ഫാദറാണ് ഈ അമ്മച്ചിയുടെ മകൻ. അപ്പോൾ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു അമ്മച്ചിനെ അവിടെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മളത്. അത് മാത്രമല്ല അവർ നമുക്ക് നല്ല ഈ അമ്മച്ചി അപ്പച്ചന്മാർക്കും വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു തുക അവർ നമുക്ക് സംഭാവന തരുന്നു. അപ്പോൾ ഈ അമ്മച്ചിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ കൂടെ. കാരണം അവർക്കൊക്കെ പുറത്ത് ആൾക്കാരറിഞ്ഞ നാണക്കേടെന്നുള്ള ഒരു ഇതിലും പിന്നെ നാട്ടിൽ ഈ ഫാദറിന് വരാൻ പറ്റില്ല. നാട്ടിലേക്ക് വന്നത് ഫാദറിൻ്റെ 2 സിസ്റ്റേഴ്സാണ് ജർമ്മനിയിലുള്ള. ബാക്കിയുള്ള ആരും വന്നില്ല. പിന്നെ നാട്ടിലുള്ള ആ മോളും. അങ്ങനെ ഇവർ 4 പേരും കൂടിയാണ്. അവർക്ക് ഇവിടെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് ആക്കാനുള്ള മടി നാണക്കേടും പിന്നെ നമ്മുടെ സിസ്റ്ററിനോട് നമ്മുടെ ഫാദറിനുള്ള ഇരിപ്പൂസും ഒക്കെ വെച്ചിട്ട് നമ്മൾ പോയി കൊണ്ടുവരുമായിരുന്നു അമ്മച്ചിനെ. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ അമ്മച്ചി അമ്മച്ചിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എടുത്തില്ലായിരുന്നു ആ വീട്ടിൽ നിന്ന്. കാരണം ഇറങ്ങി സമയം പോകുന്നു. ഈ കല്യാണ ചക്കനും പെണ്ണും ഒക്കെ വീട്ടിൽ നിന്ന് മുഹൂർത്തം തെറ്റി ഇറങ്ങണ്ട, മുഹൂർത്തത്തിന് ഇറങ്ങുക എന്നൊക്കെ പറയുന്ന കണക്ക് ഇവർ അമ്മച്ചിനെ ഇട്ടുകൊണ്ട് തിരക്ക് കൂട്ടുമായിരുന്നു. അപ്പോൾ അമ്മച്ചി അങ്ങനെ ഇറങ്ങി. അമ്മച്ചിയുടെ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി അവിടെ കിടന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കൊന്തയില്ല. അത് എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ മേടിച്ചു കൊടുത്ത സ്വർണ്ണക്കൊന്തയാണ്. അതിൻ്റെ അറ്റത്തൊരു കുരിശുണ്ട്, മാതാവിൻ്റെ ലോക്കറ്റുണ്ട്. ഒപ്പം അമ്മച്ചിയുടെ അപ്പച്ചൻ കെട്ടിക്കൊടുത്ത 58 വർഷം മുമ്പേ കെട്ടിക്കൊടുത്ത ആ മിന്നും ആ ഇതിലുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് അത് എടുക്കണം. ആരുമില്ല. ഈ വീട്ടിലുള്ള മകളെന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് റിട്ടയർഡായി. ഒരു വലിയൊരു ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പറഞ്ഞ എല്ലാവരും ആർക്കെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയേക്കും ആ ഫാമിലിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ പുള്ളിക്കാരി സ്കൂൾ ഹെഡ് മിസ്ട്രസ്സാണ്. മക്കളൊക്കെ ഉണ്ട്. ഒരാൾ സ്ഥിരം എറണാകുളത്ത് വന്നു പോകുന്ന ഒരാളാണ്. എന്നിട്ടും ഈ ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ ഇവർക്ക് ആർക്കും പറ്റില്ല. നാണക്കേട്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു നീ ഒന്ന് കുഴപ്പമുണ്ട് വരുമോ ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിൽ 3-6 നമ്മൾ വാഗമണിൽ ചെന്നു. വീട്ടിൽ ചെന്നു. അത് വാങ്ങുമ്പോഴത്തേക്ക് ഈ അമ്മച്ചിയുടെ മോള് ബുദ്ധിക്ക് വളർച്ചയില്ലാത്തതോ അതോ ആക്രാന്തോ ഇനി ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മച്ചിക്ക് എന്തിനാ? ഇനിയൊക്കെ അമ്മച്ചി എത്ര കാലം ഉണ്ടാവും? ആയുസ് തന്നത് ദൈവമാണ്. നമ്മളാരും പറഞ്ഞ ആയുസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ പൊതി അവിടെ വെച്ച് തന്നെ തുറന്നു നോക്കി. കാരണം ഇനി ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ല. ഇവർ തന്നത് വല്ലതും ഇനി വേറെ വല്ലതും ആണോ? അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതല്ല തന്നത്, ഇതിൻ്റെ കൂടെ വേറെ വല്ലതും ഉണ്ടാണ്. നമുക്ക് പേരുദോഷം കേൾക്കാനൊന്നും ഒട്ടും ആഗ്രഹമില്ലേ. അപ്പോൾ അവിടെ വെച്ച് തന്നെ തുറന്നപ്പോൾ ഇവരുടെ മുഖമൊക്കെ മാറി. ഇവർ പറഞ്ഞു, അവരുടെ ഭർത്താവ് പറഞ്ഞു അതെന്തിനാണ് തുറന്നു നോക്കുന്നത്? ഞങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്തതാണ്. ഇനിയും ബൈക്കിലല്ലേ വന്നിരിക്കുന്നത്, ഇനിയും വല്ലതും താഴെ പോയാലോ? താഴെയൊന്നും പോകില്ല, എൻ്റെ ബാഗ് വെച്ചുകൊണ്ട് ഞാൻ പോയിക്കോളാം. എനിക്കിതൊന്നും വലിയ അതല്ല. കാരണം 1 കിലോ പോലും ഇല്ലാത്ത ഈ സാധനം നമ്മൾ എന്തും ആയിക്കോട്ടെ, എത്ര വില കൂടിയതാണേലും അത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനത് നിറവേറ്റും. തുറന്നു നോക്കിയപ്പോഴത്തേക്കും ആദ്യം കണ്ടത് ഈ പറഞ്ഞ കൊന്തമാലയായിരുന്നു. പിന്നെ ആ അപ്പച്ചൻ്റെ അമ്മച്ചിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. മക്കളും അപ്പച്ചനും മരുമക്കളും കൊച്ചുമക്കളും, സോറി അപ്പച്ചനില്ല, അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു.
അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. അവൾക്ക് മനസ്സിലായി ഞാൻ കളിയാക്കി ചിരിച്ചാൽ. സത്യമായിട്ട് ഞാൻ കളിയാക്കി ചിരിച്ചതാണ്. ഞാൻ അല്ലാതെ ഞാൻ പറയേയില്ല. ശരിക്കും കളിയാക്കി ചിരിച്ചു കേട്ടോ ഞാൻ. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്ന 2 ഡയലോഗും കൂടി ഞാൻ അടിച്ചാണ്. ഇങ്ങനെയുള്ള തറകൾ എനിക്ക് പണ്ടോരെ കൊല്ലിയാണ്. പിന്നെ ചിരി മാറി എനിക്ക് സങ്കടം വന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ആ സാധനം എടുത്തപ്പോഴാണ് ആ അപ്പച്ചൻ്റെ ഒരു മുണ്ടും ഷർട്ടും. 92 വയസ്സുള്ള അമ്മച്ചി 45 വർഷം മുമ്പേ മരിച്ചു പോയ അപ്പച്ചൻ്റെ മുണ്ടും ഷർട്ടും ഇന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കുമല്ലേ. ഇതെങ്കിലും കണ്ടിട്ട് ഈ മക്കളുടെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോകും. പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നു എനിക്ക്. എന്നിട്ട് പറഞ്ഞു, നീ പെണ്ണായിട്ട് ജനിക്കേണ്ടതല്ലായിരുന്നു, നീ ഇത്രയൊക്കെ ചെയ്യുന്നില്ല, നീ ഒരു ആണായിരുന്നു, നീ എന്തെല്ലാം ചെയ്യുമായിരുന്നു. സത്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരാണാവണം. ആ കുടുംബത്തിൽ എല്ലാവരും വേണം. അങ്ങനെ അവിടെ രാജാവാവണം, രാജാവായിട്ട് ജീവിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. അമ്മച്ചി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. എന്നാലും അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആണായിട്ട് തന്നെ ഞാൻ ജനിക്കും. അതിൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ ഫോണ് അമ്മച്ചിയുടെ മക്കളൊക്കെ വരുമോ എന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്. Bye-bye.